ഗുരുവായൂരപ്പനെ എങ്ങനെയാണോ ഗുരുവായൂർ ഏകാദശി, അതുപോലെ തന്നെയാണ് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഭഗവതിക്ക് കാർത്തിക. അതിന് തുല്യ പ്രാധാന്യം തന്നെയാണെന്ന ആർത്ഥികം. സാങ്കുജലേ ദീപ് ജലേ ദീപ് ജലേ രേ എന്നൊക്കെ ഹിന്ദിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നിരവധി ദീപങ്ങൾ തെളിയുന്നതായ ഒന്ന് നമുക്കറിയാം. നമ്മളുടെ അഭിമാനമായ കൊച്ചിൻ ദേവസ്വൻ്റെ അഭിമാനമായ പെരുമ്പള്ളി ക്ഷേത്രത്തിൽ ശശിപ്പാട് പുലിയന്നൂർ അദ്ദേഹം കൊളുത്തിത്തരുന്നതായ ഒരു തിരി, ആ തിരിയിൽ നിന്ന് ലക്ഷദീപങ്ങൾ തെളിയുമ്പോൾ അവിടെ ജീവനക്കാരെന്നോ കമ്മിറ്റിക്കാരെന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡെന്നോ പ്രത്യേക അഭിമാനമില്ലാതെ നമ്മളും ശാന്തിക്കാരെന്നോ അഭിമാനമില്ല രാത്രി ഉറക്കൊളിച്ചുകൊണ്ട് നമ്മൾ ദീപങ്ങൾ കത്തിക്കുമ്പോൾ അത് ലക്ഷദീപമായിട്ട് മാറുന്നു. അപ്പം പൂർണ്ണമതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ് പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ, പൂർണ്ണമായി അവശേഷിക്കുന്നത് എന്താണ്? ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തിരിയിൽ നിന്ന് കൊളുത്തിത്തരുന്നതായ ഓരോ തിരിയും നമ്മൾ കൊളുത്തുമ്പോൾ എന്തായിത്തീരുന്നു? അത് കാർത്തിക വിളക്കായിത്തീരുന്നു എന്നർത്ഥം. അപ്പോൾ വിളക്ക് കൊളുത്തുന്നതിന് തന്നെ പ്രാധാന്യമുണ്ട്. അത് നല്ല കോടിക്കളർ തിരിയിട്ട് പുകയില്ലാതെ നല്ലെണ്ണ ഒഴിച്ച് കത്തുമ്പോൾ ഒരു 3/4 എണ്ണ ഒഴിച്ചോ 1.25 മണിക്കൂർ തിരക്കും. ആ കാണുന്ന പ്രകാശമാണ് യഥാർത്ഥ ആത്മാവ്. അത് ആത്മാവുള്ളൂ. നീവാരാ സുഖത്തിനി ഭീതാഭാസ്യത്തണുമാ തസ്യാം സുഖായ മധ്യേ പരമാത്മാ വ്യവസ്ഥിത സകരിസെൻ്റെ സ്വാക്ഷര പരമസ്വരാട്. തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായ ക്ഷേത്രം. ക്ഷതാദിത്രായത് വളരെ കുറച്ച് ദിവസമുള്ളൂ. ഇനി 27-ാം തീയതി വരെ. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വരിക, ഇവിടെ ഒരു തിരി കത്തിച്ചാൽ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ ജ്ഞാനസ്വരൂപമായി ഞാനായി മാറുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതായ പിറന്നാളുകൾ, വെഡ്ഡിങ് ആനിവേഴ്സറികൾ, അവരുടെ 3ാമത്തെ തലമുറയ്ക്ക് ചോറ് കൊടുത്ത ദിവസം ആ കുട്ടികൾക്ക് ഇവിടെ തുലാഭാരം നടത്തിയ ദിവസം, ധാര നടത്തിയ ദിവസമൊക്കെ നാലമ്പലത്തിന് നിൽക്കുമ്പോൾ ഓർമ്മ വരും. പക്ഷേ എൻ്റെ പേഴ്സണലായ കാര്യങ്ങൾ സത്യത്തിൽ ഒന്നും ഓർമ്മയില്ല കേട്ടോ. എൻ്റെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ എനിക്കറിയില്ല, എൻ്റെ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ അറിയില്ല. എന്നാൽ ഇവിടെ വരുന്നതായ 16 വർഷവും കഴിച്ചതായ ക്ഷേത്രങ്ങളിൽ, വക്കുള്ളി ക്ഷേത്രത്തിൽ 30ഓളം വർഷം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കഴിച്ച ആ ക്ഷേത്രങ്ങളുടെ ഏത് പേരും നാളും ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. കാരണം അത്രയേറെ നമ്മുടെ ബുദ്ധിയിൽ പതിഞ്ഞ ഒന്നാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ആരെയും നിർബന്ധിക്കുന്നതല്ല, പരമാവധി അവനവന് ഐശ്വര്യത്തിന് സന്താനങ്ങളുണ്ടാവാൻ, അതുപോലെ തന്നെ ജോലി കിട്ടാൻ, അതുപോലെ വിദ്യാസംബന്ധമായ എന്തെങ്കിലും തടസ്സങ്ങളിൽ അത് മാറാൻ തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രത്തിൽ ദീപാരാധന കഴിക്കാവുന്നതാണ്. ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ കൃത്യമായ രീതിയിൽ തന്നെ സന്ധ്യാസമയത്ത് തന്നെ കഴിക്കുന്നതായ ദീപാരാധന. സന്ധ്യയ്ക്കാണ് ദീപാരാധന കഴിക്കേണ്ടത്, അർദ്ധരാത്രിക്കല്ല. സന്ധ്യ മയങ്ങി ഇരുട്ടായി കഴിഞ്ഞാൽ ദീപാരാധന കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അന്തിത്തിരി കൊളുത്തരുത്, അമ്മയ്ക്ക് ചെലവിന് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ തിരുമേനി എന്താ അങ്ങനെ പറയുന്നത്, സുഞ്ചി എന്താ അങ്ങനെ പറയുന്നത്? അന്തിത്തിരി കൊളുത്തരുത്. സന്ധ്യയ്ക്ക് 6:15 അസ്തമനമെങ്കിൽ 6:15 മുമ്പ് വിളക്ക് കൊളുത്തിയിരിക്കണം. കിഴക്കോട്ടും പടിഞ്ഞാടും 3/4 ഇടം നല്ലെണ്ണ വെച്ച്. എന്തുകൊണ്ടാണ്? നമ്മൾ സമർപ്പിക്കുന്ന വസ്തുക്കൾ ഒന്നും എന്താവരുത്, പൂർണ്ണമാവരുത്. ഒന്ന്. രണ്ടാമത്, കൃത്യമായ രീതിയിൽ എയർ പാസിങ്ങുകളുണ്ടല്ലേ പുകയില്ലാണ്ട് തിരികെത്തുള്ളൂ. അങ്ങനെയുള്ളതായ ഓരോ തിരികളാണ് നമ്മൾ. യഥാർത്ഥ തിരി അകത്ത് ഇരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ ഉണ്ടായത്. സ്വയംഭൂ ക്ഷേത്രങ്ങളെ, മഹാദേവ ക്ഷേത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, സംശയമൊന്നുമില്ല. പിന്നീട് ചോറ്റാനിക്കര ഭഗവതി, കീഴ്ക്കാവിലമ്മ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ഒഴിച്ചു കഴിയുമ്പോൾ കാട്ടിൽ പോയപ്പോൾ കിട്ടിയെന്നും ഒരു ചിരട്ടയിൽ നിന്ന് അവിടെ തന്ത്രിയെ കൊണ്ടുവന്ന് ഒരു തിരുമേനിയെ കൊണ്ട് നേരിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ കാടാമ്പുഴ ഭഗവതി നമുക്കറിയാം, സ്വയംഭൂ രൂപത്തിലുള്ള കാടാമ്പുഴ ഭഗവതി ഒരു ചെറിയൊരു ബിംബം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ മഹാദേവൻ്റെ ക്ഷേത്രങ്ങളെ സ്വയംഭൂ ക്ഷേത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ചരിത്രമായിരുന്നു വെച്ചാൽ അതാണ് മഹാദേവൻ ഇത്ര പ്രധാനം. അതുകൊണ്ടാണ് ഏത് നാട്ടിലുള്ളതായ ക്ഷേത്രങ്ങളാണെങ്കിലും ആദ്യം മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷം മറ്റു ക്ഷേത്രങ്ങളിൽ തൊഴുക. നമുക്കറിയാം, ഇവിടെ മഹാദേവൻ്റെ പുത്രനായ തൊട്ടുപുറവിൽ ഗംഭീരമായ രീതിയിൽ നടക്കുന്നതായ പൂയം ഉത്സവം നടക്കുന്നതായ കൂട്ടുകുളം ക്ഷേത്രം. അവിടെ എങ്ങനെയാണ്? അച്ഛനായ മഹാദേവനെ തൊഴുതിന് ശേഷം മാത്രമാണ് മുരുകൻ്റെ നടയിൽ എത്തിച്ചേരുന്നത്. അപ്പം ഇവിടെയാണെങ്കിലും ഇവിടുത്തെ ചൈതന്യം, ഇവിടെ തൊഴുതു പോയി കഴിഞ്ഞാൽ എരുതിര വരുന്നിടക്ക് തുരുതിര വരം നൽകുന്നതായ മഹാദേവനെ തൊഴുതു പോയി കഴിഞ്ഞാൽ അവിടെ അന്നത്തെ ദിവസം 24 hours ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറി അടിക്കുന്നതല്ല പറയണത്. അന്നത്തെ അവനവൻ്റെ ലൗകികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തും 24 hours. ആ 24 hours നടത്തുന്നതായ ഒന്ന് 365 ദിവസമായിട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ 365 കാലമാകുമ്പോൾ 365 ദിവസമാകുമ്പോൾ 365 ദിവസം, ഒരു ദിവസം കുറയ്ക്കുക.
ബാക്കി ദിവസം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം കിട്ടാൻ 27-ാം തീയതി വരെ ഡേറ്റേ ഉള്ളൂ. അതിനു മുമ്പ് ആത്മാർത്ഥമായ ആത്മസമർപ്പണത്തോടുകൂടി ദീപാരാധന ബുക്ക് ചെയ്യുക. 6 മണിയോടുകൂടി എത്തി ഭംഗിയായിട്ട് വിളക്ക് കൊളുത്താമെന്ന് വെച്ച് ഒരു പണ്ടപ്പരപ്പും പരാതിയും പറയാതെ നമശിവായ എന്ന പ്രണവം കൂട്ടണ്ട. നമശിവായ നാമം ജപം നമശിവായ, അതാണ് പഞ്ചാക്ഷരത്തിൻ്റെ ശക്തി. പ്രണവം ശരീരത്തിലുള്ളതായ സ്പന്ദനങ്ങളെ മുഴുവനും അകാര ഉകാര മകാരങ്ങളോടുകൂടിയതായ സ്പന്ദനങ്ങളെ വർദ്ധിപ്പിക്കുന്നതായ ഒന്നാണ്. അതുകൊണ്ടാണ് പ്രണവം ഉറപ്പായിട്ട് സന്യസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഓം കൂട്ടി ജപിച്ചാൽ എന്നാന്ന് ചോദിക്കും ചിലർ. ഞങ്ങൾക്ക് ജപിക്കാൻ പാടില്ലേ? ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ജപിച്ചോളൂ. പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉത്തം ബീജം നശ്യതി, ശാരീരികമായിട്ട് സന്താനങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളതായ എന്തൊക്കെ ഉള്ളിലുള്ള അംശങ്ങളുണ്ടോ, ഉത്തം ബീജം മുതലായവയൊക്കെ എല്ലാം അത് എന്ത് ചെയ്യുന്നു? അത് വലിച്ചെടുത്ത് കളയുന്നു. പണ്ട് രുദ്രാക്ഷം കെട്ടിയിരുന്നു. തന്ത്രി പറഞ്ഞു, പുലിയന്നൂർ ശശിപാട് ഒരു ദിവസം മീറ്റിങ്ങിന് വെച്ചുകൊണ്ട് അങ്ങ് രുദ്രാക്ഷം ഇടണ്ട, കാരണം ഏതെങ്കിലും രീതിയിൽ ശുദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൊറിച്ചിലുണ്ടാവും, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇത് മാറിയത്. അപ്പോൾ തന്ത്രിമാരുടെ ഓരോ വാക്കുകളും നമുക്ക് രുദ്രാക്ഷം ഇട്ടുകൊണ്ട് വന്നാലെന്താ തിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങ് പറയും രുദ്രാക്ഷം ഇട്ടോളൂ എന്ന് അദ്ദേഹം പറയും. പക്ഷേ ഞാൻ കാൽക്കാൽ നമസ്കരിച്ച് പറഞ്ഞു ശരിയല്ല കേട്ടോ, കാരണം പഴയ രീതിയിൽ ബ്രാഹ്മണ ഇല്ലെങ്കിൽ പോലും ശുദ്ധാശുദ്ധികൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, ചിലപ്പോൾ ബെഡിലൊക്കെ തുടരേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ നമസ്കരിച്ചുകൊണ്ട് ഞാനത് മാറ്റാൻ തയ്യാറായി. അപ്പോൾ രുദ്രാക്ഷം ഇടേണ്ടതായ സമയത്ത് മാത്രമേ രുദ്രാക്ഷം ഇടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നിരന്തരമായ നാമം ജപിക്കുന്നതിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധമം. നമ്മളിപ്പോൾ ശരീരത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അവിടെ കഴുതകളുടെ പുറത്ത് സകലവിധ സാധനങ്ങളും അതിൻ്റെ പുറത്തോടി എഴുന്നള്ളിച്ചുകൊണ്ട്. പക്ഷെ അതിനറിയാമോ കുങ്കുമമാണോ ചന്ദനമാണോ ഇനി അവിടെ ഉപയോഗിക്കുന്ന ഗോരോചനമാണോ ഏറ്റവും വില കൂടിയതായ കളഭമാണോ എന്ന് അതിനറിയില്ലല്ലോ. അതുപോലെയാണ്. അപ്പോൾ അർഹതപ്പെട്ട സാധനങ്ങൾ നമ്മൾ ധരിക്കണമെങ്കിൽ അതിന് അർഹത നേടണം, അല്ലാതെ ധരിച്ചാൽ നെഗറ്റീവ് ഫലമാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എരുതിര വരുന്നവർക്ക് തുരുതിര വിറകൾ നൽകുന്നതായ ഭഗവാനെ ചെറിയ രീതിയിൽ തിരിയിട്ട് പുകയില്ലാതെ, പുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? പുക എന്ന് പറയുന്നത് ദുഃഖവും ദുരിതവുമാണ്. അതാണ് വീശിക്കത്തിച്ച് ജ്വാല കണ്ടിട്ട് ഹോമിക്കുക. ഒരു ചകിരി കഷ്ണവും ഒരു ചിരട്ടയും മതി, ജ്വാല കാണണം, ജ്വാലയിൽ ഹോമിക്കാത്രേ ഉള്ളൂ. പിന്നീട് ഹോമിച്ചു കഴിഞ്ഞാൽ അതിന് ദഹിക്കാൻ സമയമെടുക്കും, മൃത്യുഞ്ജയമൊക്കെയാണ് ദഹിക്കാൻ നമുക്ക് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ജ്വാലയിൽ വേണം ഹോമിക്കാൻ. ഒരു ചിരട്ടയോ ഒരു ചകിരിയോ ഒരു ജ്വാല വേണം. അതിൽ ഹോമിക്കുമ്പോൾ അഗ്നിപ്രാകാരമായിക്കൊണ്ട് ശരീരം മുഴുവൻ ദഹിച്ച് അവിടെ ദേഹശുദ്ധി കൊണ്ട് അവിടെ ഉണ്ടായിത്തീരുന്നു നമ്മൾ ശരീരബോധമില്ലാതെ തീരുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് സാധനം, ഇപ്പോൾ എണ്ണ വീണു അല്ലെങ്കിൽ ഇവിടെ മലര് വീണു, നമ്മൾ അറിയുന്നില്ല, നമ്മൾ നോക്കുന്ന പോലെയല്ല, ഭഗവാൻ അതിൽ ചവിട്ടിക്കില്ല. കാരണം നമ്മൾ സ്പർശം ഇല്ല 9:30 വരെ. ഇവിടുന്ന് വേണമെങ്കിൽ 6 മീറ്റർ ഇപ്പോൾ ചാടാൻ എനിക്ക് സാധിക്കും, കാലുവേദന എന്നിരുന്നാലും പോലും. കാരണം അത്രയേറെ നമ്മൾ അപ്പൂപ്പൻ താടി പോലെ ആയിത്തീരും രാവിലത്തെ ദേഹശുദ്ധി കഴിയുമ്പോൾ. നമ്മുടെ ശരീരബോധം ഇല്ലാതായിരിക്കും. അമൃതാനന്ദമയി ദേവി, ശ്രീ രവിശങ്കർ, സായിബാബ, ഭാഗവത പ്രഭാഷകരൊക്കെ നമ്മൾ സ്റ്റേജിൽ നടക്കുന്നതാണ്. ഇങ്ങനെ ഒഴുകി എന്ത് സ്പീഡാണ്, കിടക്കിടക്കിടക്കിടാന്ന് ഒഴുകി നമുക്ക് കൊതിയാവും. അവരെയൊക്കെ കണ്ട് അവരെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടതാ ശരീരബോധമില്ലാതായിത്തീരിക്കട്ടെ. അപ്പൂപ്പൻ താടി പോലെ അമിതമായ ബന്ധങ്ങളില്ലാതെ നടക്കാൻ സാധിക്കട്ടെ. ഒരാളും രക്ഷപ്പെടുത്തില്ല കേട്ടോ ലോകത്ത്. ഒരു അമ്മയുണ്ടാവില്ല, ഒരച്ഛനുണ്ടാവില്ല, ഒരു കമ്മിറ്റിക്കാരുണ്ടാവില്ല, ജീവനക്കാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. വേണമെങ്കിൽ ആത്മാനം ഉദ്ധരേത്. ഭഗവാൻ പറയുന്നു, ഞാൻ പോലും രക്ഷിക്കാനുണ്ടാവില്ല, വേണമെങ്കിൽ ധർമ്മം നിലനിർത്താനായിക്കൊണ്ടതാ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതായ ദീപാരാധനയിൽ പങ്കെടുക്കുക, സ്വയം വന്ന് ചേർന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ചെയ്യിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭാഗവത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ദീപാലോനമേ നോപയുജ്യാൽ നിവേദിതം. എൻ്റെ ദീപത്തിൽ നോക്കുന്നതിൻ്റെ ശക്തി വേറൊന്നുമില്ല. നേദിച്ചത് കഴിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു. ദീപാവലോകമേ, എൻ്റെ ദീപത്തിൽ നോക്കിയാൽ അന്നത്തെ ദിവസം മുഴുവൻ തരും എന്ന് പറയുന്ന ശിവപുരാണത്തിലും പറയുന്നുണ്ട്, ദേവീ ഭാഗവത്തിലും പറയുന്നുണ്ട്, എല്ലാ പുരാണങ്ങളും പറയുന്നത് ദീപാവലോകമേ, ദീപം നോക്കിക്കോളൂ. അതും ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ആ അവസ്ഥ നമ്മളെത്തില്ല. അപ്പോൾ ഒരു തിരി ഭംഗിയായിട്ട് കത്തിച്ച് അതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഐശ്വര്യം ഉണ്ടാകും. 365 ദിവസവും ഐശ്വര്യം വരാൻ മണ്ഡലകാല ദീപാരാധന എത്രയും വേഗം എല്ലാവരും ബുക്ക് ചെയ്യുക.